JCI സോൺ 19 മുൻ ഭാരവാഹിയായിരുന്ന അന്തരിച്ച ജേക്കബ് മാണിയെ JCIയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ. JCI സോൺ 19 മുൻ ഭാരവാഹിയായിരുന്ന അന്തരിച്ച ജേക്കബ് മാണിയെ JCIയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. ജേക്കബ് മാണിയുടെ കുടുംബത്തെ സഹായിക്കുവാൻ JCI സ്വരൂപിച്ച ധനസഹായം കൈമാറുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു. അരവഞ്ചാലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ JCI മുൻ നാഷണൽ പ്രസിഡന്റും ജേക്കബ് മാണി ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് AV വാമനകുമാർ അധ്യക്ഷത വഹിച്ചു. ഒരുപാട് കൂടുതൽ ചെയ്ത് അദ്ദേഹത്തിന്റെ ഇടവക പള്ളിയിൽ ഒരുപാട് സഹായം അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ യങ് ചാലഞ്ചേഴ്സ് ക്ലബും രവിയേട്ടനൊക്കെ നേതൃത്വത്തിൽ ബാബുക്ക് നേതൃത്വത്തിൽ കുറെ പൈസ സമാഹരിച്ചിട്ടുണ്ട്. പക്ഷേ JCI പ്രവർത്തകന്മാർക്ക് നമ്മൾ അവസാന ഘട്ടത്തിലെങ്കിലും ഈ ഒരു 10 ലക്ഷത്തിലേക്ക് രൂപ കളക്ട് ചെയ്യാൻ പറ്റിയതും ജേക്കബ് മാണിയുടെ പറക്കണറ്റാത്ത 2 കുട്ടികൾക്ക് നാളെ ഭാവിയിൽ എന്തെങ്കിലും സഹായം ഉണ്ടാവണമെന്നും ജേക്കബ് മാണിയുടെ വയ്യാത്ത അമ്മയ്ക്ക് എല്ലാ മാസവും മരുന്ന് വാങ്ങാനുള്ള സഹായമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വളരെ സന്തോഷമുണ്ട്. അപ്പൊ അതിന് സഹായിച്ച എല്ലാവരെയും നന്ദിപൂർവ്വം ഞാൻ ഓർമ്മിക്കുന്നു. ഈ വേദിയിൽ ഇരിക്കുന്ന ചില ആൾക്കാരെ ഞാനൊന്ന് പറയട്ടെ. കോഴിക്കോട് നിന്നാണ് നാഗേഷ് ഏട്ടൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത്. അദ്ദേഹം ഇല്ലാത്തൊരു പരിപാടി ഇവിടെ നടത്തുന്നത്. JC അലുമിനി ക്ലബിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റാണ്. നാഗേഷ് ഏട്ടന്റെ സാന്നിധ്യം ഞാൻ ഇവിടെ പ്രത്യേകം എടുത്തു കാണിക്കുന്നു. ഇവിടെ ഈ മാസ്റ്റർ ഓഫ് സെറിമണിയായ ജബ്രൂദ് നമ്മുടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പയ്യന്നൂരിൽ ഏറ്റവും കൂടുതൽ തുക കളക്ട് ചെയ്ത് എനിക്കറിയാം, നന്നായിട്ട് എനിക്കറിയാം. ജബ്രൂദിന്റെ സാന്നിധ്യം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സീനിയർ മെമ്പർ എന്നെ JC പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള JCIയുടെ സോൺ 19 ന്യൂ JCIയുടെ അവാർഡ് വാങ്ങിത്തരാനുള്ള എന്റെ അവാർഡ് എൻട്രി ഫോറം പൂരിപ്പിച്ച് എന്നെ അവാർഡ് വാങ്ങിപ്പിച്ച് JCIയിലേക്ക് ഞാൻ എന്തെങ്കിലും ആവാനുള്ള ആദ്യത്തെ ഒരു സ്ട്രോക്ക് എഴുതുന്ന എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പാസ്റ്റ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ A മോഹൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ ഈ ജാക്കിന്റെ ട്രഷറായിട്ട് വർക്ക് ചെയ്യാണ്. രാജീവൻ എല്ലാ പയ്യന്നൂരിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഇപ്പോഴും എത്രയോ. പെരിങ്ങോവേക്കര പഞ്ചായത്ത് അംഗം P രവീന്ദ്രൻ, കാങ്കോലാടപ്പളമ്പ് പഞ്ചായത്ത് അംഗം ബാബു മംഗലത്ത്, JCI സോൺ പ്രസിഡന്റ് ജസിൽ ജയൻ, ഫാദർ റജി T വർഗീസ്, K ജയപാലൻ, CK വിശ്വനാഥൻ, KV പ്രസന്നൻ, റംഷാദ് നങ്ങാരത്ത്, M സുരേഷ് ബാബു, TV സുജിത് നമ്പ്യാർ, ഷൈമ ദിബു എന്നിവർ ജേക്കബ് മാണിയെ അനുസ്മരിച്ചു. ജേക്കബ് മാണി രോഗബാധിതനായി ചികിത്സയിൽ കഴിയവേ അഡ്വക്കേറ്റ് AV വാമനകുമാർ ചെയർമാനും അഡ്വക്കേറ്റ് ജോമി ജോസഫ് ജനറൽ കൺവീനറും TV സുജിത് നമ്പ്യാർ ട്രഷററുമായി രൂപീകരിച്ച കമ്മിറ്റി സ്വരൂപിച്ച തുകയിൽ ചികിത്സയ്ക്കും മരണാനന്തര ചടങ്ങുകൾക്കുമായി കൈമാറിയതിനു ശേഷമുള്ള 9 ലക്ഷം രൂപ ജേക്കബ് മാണിയുടെ മാതാവിന്റെയും 2 മക്കളുടെയും പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ രേഖകൾ ചടങ്ങിൽ കുടുംബത്തിന് കൈമാറി. ചികിത്സാ സഹായത്തിന് ഏറ്റവും കൂടുതൽ തുക സ്വരൂപിച്ച JCI ചാപ്റ്ററുകളുടെ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. ഒരു സംഘടനയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇതുപോലത്തെ നിമിഷങ്ങൾ നമ്മുടെ കൂടെ എപ്പോഴും ഒരു സംഘടന ഉണ്ടാവും. ഒരു JCI ഇന്ത്യ സോൺ 19 സോൺ പ്രസിഡന്റ് അപ്പുറം ഒരു മെമ്പർ എന്ന നിലയിൽ നമുക്ക് ഏവർക്കും ഒന്ന് സന്തോഷിക്കുക കൂടി ചെയ്യാം. ഇതുപോലത്തെ അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത് മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും നിലനിൽക്കെ തികച്ചും ഊർജ്ജസ്വലമായ മനസ്സുമായി നാടും നാട്ടിലുള്ളവരും വളരണം എന്ന ആഗ്രഹം അവസാന നിമിഷം വരെ കൊണ്ടു നടന്ന പ്രിയ ജേക്കബ് ഇന്നില്ല. അതുപോലെ ആ ഹാളും ഇന്നില്ല. ജേക്കബ് പുതിയൊരു ലോകത്തേക്ക് നമ്മെ വിട്ട് യാത്രയായി. ആ ഹാളിന് പകരം വന്ന പുതിയൊരു ഹാളിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ അനുസ്മരണം എന്നതിന്റെ അർത്ഥം അപ്പോൾ നാം അനുഭവിക്കുന്ന വേദന അത് നമുക്കറിയാം. പക്ഷെ യാഥാർത്ഥ്യം അംഗീകരിച്ച് മതിയാവും. ഇവിടെ ഒത്തുകൂടിയ നമ്മുടെ മനസ്സിൽ ജേക്കബ് മാണി പറഞ്ഞതും ചെയ്തതും വഴി ഒരു വികാര പ്രപഞ്ചം അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നാം ഇവിടെ അവരുടെ കൂടെ ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്ത, അതോടൊപ്പം സമയം ചെലവഴിച്ച ഒരു സഹയാത്രികൻ എന്ന നിലയിൽ അതിന് ഒരുപാട് കാരണങ്ങൾ വേറെയുമുണ്ട്. 2000 JCI പാടിയോടിച്ചാൽ മെമ്പറായത് മുതൽ മരണം വരെ JCI പ്രസ്ഥാനത്തെ ഹൃദയത്തിൽ കൊണ്ടാടുന്ന വ്യക്തിത്വം. തന്റെ ജോലി സംബന്ധമായ കുടുംബപരമായ പരിമിതികൾ കാലത്തു നിന്നുകൊണ്ട് 100% ആത്മാർത്ഥമായ പ്രവർത്തനം.
മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ.